ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിസ്മയ PM, റോൾ നമ്പർ 31. എൻ്റെ സെമിനാർ ടോപ്പിക് എന്ന് വെച്ചത് അജണ്ട, കോറം, ചെയർപേഴ്സൺ, റെസൊല്യൂഷൻ. ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു മീറ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ്. മീറ്റിങ്ങിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് ടോപ്പിക്കാണ് അജണ്ട. വാട്ട് ഈസ് അജണ്ട? സോ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടു ബി ഡിസ്കസ്ഡ് അറ്റ് എ ഫോമൽ മീറ്റിംഗ് എന്നാണ് കണ്ടത്. അതായത് ഒരു ഫോമൽ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെയാണ് അജണ്ട എന്നാണ് പറയുന്നത്. ഇത് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ദി ടേം അജണ്ട മീൻസ് തിങ്സ് ടു ബി ഡൺ. അതായത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ടേം മീൻസ് ഇതൊരു ലിസ്റ്റ് ആയിരിക്കും, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അതിനെയാണ് അജണ്ട എന്ന് മീൻ ചെയ്യുന്നത്. In the present context, it is a statement of the business to be transacted at a meeting. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു മീറ്റിങ്ങിൽ ട്രാൻസാക്റ്റഡ് നടത്തേണ്ട ബിസിനസ്സിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ്. മാത്രമല്ല, when the agenda is enclosed with the notice, each of the directors gives due consideration to the proposed business and comes with necessary preparation for discussion in the meeting. അതായത് വെൻ അജണ്ട എൻക്ലോസ്ഡ് വിത്ത് നോട്ടീസ്, അജണ്ട എൻക്ലോസ്ഡ് വിത്ത് നോട്ടീസുമായി എൻക്ലോസ്ഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഡയറക്ടേഴ്സും നിർദ്ദിഷ്ട ബിസിനസ്സിന് ഉചിതമായ പരിഗണന നൽകുകയും മീറ്റിങ്ങിൽ ചർച്ചയ്ക്ക് ആവശ്യമായ തയ്യാറെടുപ്പുകളുമായി വരികയും ചെയ്യുന്നു. സോ അജണ്ട എന്ന് സിംപ്ലി മീൻ ചെയ്യുന്നത് തിങ്സ് ടു ബി ഡൺ. അതാണ്. കാരണം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റാണ്, ഒരു ടേമാണ് അജണ്ട എന്ന് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കോറം. സോ വാട്ട് ഈസ് കോറം എന്ന് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എ കോറം ദി മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഓർ എ കമ്മിറ്റി റിക്വയർഡ് ടു ബി അറ്റൻഡ് ഇൻ ഓർഡർ ഫോർ ദി ഗ്രൂപ്പ് ഈസ് ടു ബി ഏബിൾ ടു ടേക്ക് ഒഫീഷ്യൽ ആക്ഷൻസ് ഗ്രൂപ്പ് ദാറ്റ് ഓഫൺ ഹാവ് കോറം. അതായത് ഗ്രൂപ്പിൻ്റെ ഔദ്യോഗിക നടപടികൾ എടുക്കാൻ ആ ഗ്രൂപ്പിന് കഴിയുന്നതിന് ഒരു ഗ്രൂപ്പിലെ കമ്മിറ്റിയുടെ അംഗങ്ങളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണമാണ് കോറം എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ കോറം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൻ്റെ ഔദ്യോഗിക നടപടി എടുക്കാൻ വേണ്ടി ഗ്രൂപ്പിന് കഴിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഗ്രൂപ്പിലെ കമ്മിറ്റിയുടെ അംഗങ്ങളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണമാണ് കോറം എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. The quorum for a meeting of the board of directors of a company shall be 1 or 3 of its total strength or 2 directors, whichever is higher. The quorum for a meeting, അതായത് ഒരു കമ്പനിയിലെ ഡയറക്ടർ ബോർഡിൻ്റെ ഒരു മീറ്റിങ്ങിനായുള്ള കോറം അതിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ 1 or 3 or 2 directors, which is ever higher. The participation of the directors by video conferencing or by other video visual means shall also be counted for the purpose of quorum for meeting. അതായത് ഡയറക്ടേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ വീഡിയോ കോൺഫറൻസിങ് വഴിയോ അല്ലാതെ അതർ ഓഡിയോ വിഷ്വൽസ്, വീഡിയോ കോൺഫറൻസിങ് അല്ലാതെ അതർ ഓഡിയോ വിഷ്വൽ മീൻസ് വഴി ഡയറക്ടേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഷാൾ ഓൾസോ ബി കൗണ്ടഡ്, എപ്പോഴും കൗണ്ടഡ് ചെയ്തുകൊണ്ടിരിക്കും. പർപ്പസ് ഓഫ് കോറം ഫോർ ദി മീറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് എപ്പോഴും, അതായത് ഡയറക്ടേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കൗണ്ടഡ് ചെയ്തുകൊണ്ടിരിക്കും. Where the number of interested directors exceed, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് കൂടുതലായിരിക്കുകയും or it's equal of 2/3 of total strength. ഇത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. 2/3 of the total strength. Then remaining directors who are not interested be not less than 2. അതായത് റിമൈനിങ് ഡയറക്ടേഴ്സ് ഇൻട്രസ്റ്റഡ് അല്ലാത്ത റിമൈനിങ് ഡയറക്ടേഴ്സ് ബി നോട്ട് ലെസ് ദാൻ 2 കുറവാണ്, ലെസ് ദാൻ 2 ആണെങ്കിൽ, ലെസ് ദാൻ 2 അല്ലെങ്കിൽ ഷാൾ ബി ദി കോറത്തിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും.
സോ നെക്സ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ചെയർപേഴ്സൺ. സോ ചെയർപേഴ്സൺ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഒരു മീറ്റിങ്ങിനായിട്ടുള്ള ഒരു അധ്യക്ഷതയായിട്ട് വരുന്ന ഒരാളാണ് ചെയർപേഴ്സൺ. സോ അത് തന്നെയാണ് ചെയർപേഴ്സൺ. എവറി മീറ്റിംഗ് ഓഫ് ദി ബോർഡ് മസ്റ്റ് ഹാവ് എ ചെയർപേഴ്സൺ ടു പ്രിസൈഡ് ഓവർ ഇറ്റ്. സോ ചെയർപേഴ്സൺ എന്ന് വെച്ചാൽ ഏത് മീറ്റിങ്ങിനും പ്രിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് അധ്യക്ഷത വഹിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരിക്കും. അതിനെ തന്നെയാണ് ചെയർപേഴ്സൺ എന്ന് പറയുക. The article usually names the chairperson who shall preside over the board meeting. അതായത് ആർട്ടിക്കിൾ യൂഷ്വലി നെയിം ചെയ്യുക ചെയർപേഴ്സൺ ആണ്. അതായത് ആരാണോ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന ആ ചെയർപേഴ്സൺ ആയിരിക്കും ആ ആർട്ടിക്കിൾ യൂഷ്വലി നെയിം ചെയ്യുക. The article do not name the chairperson. The directors may elect a chairperson of their meeting and also determine the period for which he is hold office it. അതായത് the director may not elect a chairperson. അതായത് ഡയറക്ടേഴ്സ് ഒരു ചെയർപേഴ്സൺ എലക്ട് ചെയ്തില്ലെങ്കിൽ, തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ, ആൻഡ് ഓഫ് ദെയർ മീറ്റിംഗ് ആൻഡ് ഓൾസോ ഡിറ്റർമിൻ ദി പീരീഡ് ഫോർ വിച്ച് ഹി ഹോൾഡ് ഓഫീസ്. അപ്പോൾ ഡയറക്ടേഴ്സിനെ ചെയർപേഴ്സൺ ഏത് പദവി നിർവഹിക്കണമെന്ന് നിർണ്ണയിക്കാവുന്നതായിരിക്കും. ഇഫ് നോ സച്ച് എ ചെയർപേഴ്സൺ ഈസ് എലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഏത് പദവി നിർവഹിക്കണമെന്ന് ഡയറക്ടേഴ്സ് ഏത് പദവി വഹിക്കണമെന്ന് നിർണ്ണയിച്ചു കൊടുക്കുക. ഇഫ് നോ സച്ച് ചെയർപേഴ്സൺ ഈസ് എലക്റ്റഡ്, അവിടെ ഒരു ചെയർപേഴ്സൺ എലക്റ്റഡ് ചെയ്തിട്ടില്ലെങ്കിൽ, or if any meeting the chairperson is not present with 5 മിനിറ്റ്സിനുള്ളിൽ ചെയർപേഴ്സൺ പ്രസൻറ്റഡ് ആയിട്ടില്ലെങ്കിൽ, ആഫ്റ്റർ ദി ടൈം അപ്പോയിൻറ്റഡ് ഫോർ ഹോൾഡിംഗ് ദി മീറ്റിംഗ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ദി ഡയറക്ടേഴ്സ് പ്രസൻറ്റ് മേ ചൂസ് വൺ ഓഫ് ദെയർ മെമ്പേഴ്സ് ടു ബി ചെയർപേഴ്സൺ ഓഫ് ദി മീറ്റിംഗ്. ഡയറക്ടേഴ്സിന് പ്രസൻറ്റ് ചെയ്യാം, അതായത് ആ മെമ്പറിലുള്ള ഏതെങ്കിലും ഒരു ചെയർപേഴ്സണെ മീറ്റിങ്ങിനായിട്ട് മാറ്റാവുന്നതാണ്. സോ അതാണ് ചെയർപേഴ്സൺ എന്ന് വെച്ചാൽ. ചെയർപേഴ്സൺ എന്ന് വെച്ചാൽ സിംപ്ലി മീൻസ് എവറി മീറ്റിംഗ് ഓഫ് ബോർഡ് മസ്റ്റ് ഹാവ് എ ചെയർപേഴ്സൺ ടു പ്രിസൈഡ് ഓവർ ഇറ്റ്. അതായത് ഏത് ബോർഡ് മീറ്റിങ്ങിൻ്റെയും ഒരു ചെയർപേഴ്സൺ അധ്യക്ഷത വഹിക്കാനായിട്ട് വേണം. സോ ഒരു ഡയറക്ടേഴ്സിന് ഇലക്ട് ചെയ്യാം, ഡയറക്ടേഴ്സിന് അവരുടെ ചെയർപേഴ്സണെ ഇലക്ട് ചെയ്യാവുന്നതാണ്, ഏത് പദവി വഹിക്കണമെന്ന് നിർവഹിച്ചു കൊടുക്കാവുന്നതാണ്. മാത്രമല്ല അവിടെ ഒരു ചെയർപേഴ്സൺ അറ്റൻഡഡ് ആയിട്ടില്ലെങ്കിൽ ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാം, അവരുടെ മെമ്പേഴ്സിലുള്ള ആരെങ്കിലും ചെയർപേഴ്സണായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയർപേഴ്സണായിട്ട് അവർക്ക് പ്രസൻറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് റെസൊല്യൂഷൻ. സോ resolutions means a resolution is a formal way in which a company can note a decision that are made at a meeting of a company. അതാണ് സിമ്പിളായിട്ട് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. അതായത് ഒരു ഫോർമൽ മീറ്റിങ്ങിന് ഒരു ഔദ്യോഗിക മീറ്റിങ്ങിന് ഒരു കമ്പനിക്ക് ശ്രദ്ധിക്കാനുള്ള ഔദ്യോഗിക മാർഗമാണ് റെസൊല്യൂഷൻ. സോ ടെസ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ റെസൊല്യൂഷൻസ് ആർ ടേക്കൺ ബൈ ഡയറക്ടേഴ്സ് ബൈ പാസിംഗ് റെസൊല്യൂഷൻ ഓൺ മാറ്റേഴ്സ് പ്രസൻറ്റഡ് ബിഫോർ ദം ഫോർ കൺസിഡറേഷൻ. അതായത് ഡിസിഷൻ ആർ ടേക്കൺ ബൈ ഡയറക്ടേഴ്സ് ബൈ പാസ് റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് ശേഷമാണ് ഡയറക്ടേഴ്സ് ഡിസിഷൻ ടേക്കൺ ചെയ്യുകയുള്ളൂ. അതായത് കൺസിഡറേഷന് മുമ്പായി അവരുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്ത കാര്യങ്ങളിൽ റെസൊല്യൂഷനായി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് തീരുമാനങ്ങൾ എടുക്കുന്നു. അതായത് ഒരു കമ്പനിക്ക് ശ്രദ്ധിക്കാനുള്ള ഫോർമൽ ഔദ്യോഗിക മാർഗങ്ങളാണ്
റെസൊല്യൂഷൻ എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്? So resolution is simply means decisions are taken by directors by passing resolution on matters presented before them for consideration. Decisions are taken by directors. Directors ആണ് ടേക്കൺ ചെയ്യുക ബൈ പാസിംഗ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിന് മുമ്പേ ഡയറക്ടേഴ്സ് ഡിസിഷൻ ടേക്കൺ ചെയ്യും ഓൺ മാറ്റേഴ്സ് പ്രസൻറ്റഡ് ബിഫോർ ദം ഫോർ കൺസിഡറേഷൻ. അതായത് മാറ്റേഴ്സ് പ്രസൻറ്റഡ് ചെയ്തിരിക്കുന്നത് ബിഫോർ ദം ഫോർ കൺസിഡറേഷന് മുമ്പായി അവർ പ്രസൻറ്റ് ചെയ്ത റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡയറക്ടേഴ്സ് ഡിസിഷൻ ടേക്കൺ ചെയ്യുക. സോ താങ്ക് യു.